എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ട്രേഡ് എൻട്രി എടുക്കുമ്പോൾ, അതായത് നിങ്ങൾ ഷോർട്ട് ചെയ്യുമ്പോൾ ആയിക്കോട്ടെ, ബൈ ചെയ്യുമ്പോൾ ആയിക്കോട്ടെ, നിങ്ങൾ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഓഫ് കോഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു വിൻഡോ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലരും അത് ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ഓഫ് കോഡ്സ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഓർഡർ എക്സിക്യൂട്ടഡ് ആവാതെ വരുമ്പോൾ ഒന്നുകൂടി നിങ്ങൾ ഓർഡർ കൊടുക്കും, ഒന്നും കൂടി ബൈ കൊടുക്കും, അല്ലെങ്കിൽ ഒന്നും കൂടി സെല്ല് കൊടുക്കും. ആ ഓഫ് കോഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള എറർ മെസ്സേജ് കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ എപ്പോഴെങ്കിലും സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഓഫ് കോഡ്സ് എന്ന് കാണിക്കാൻ വേണ്ടി രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ കാരണം എന്താണ്? നിങ്ങളുടെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഇഷ്യൂസ് ആണ്. നിങ്ങളുടെ നെറ്റ്വർക്കിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇന്റർനെറ്റ് കണക്ഷൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്താണ്, ഈ ഒരു വിൻഡോ ആണ് നിങ്ങൾക്ക് കാണിക്കുക. ബൈ കൊടുക്കുമ്പോൾ സെല്ല് കൊടുക്കുമ്പോൾ ഒക്കെ ഓഫ് കോഡ്സ് എന്ന് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാരണം എന്താണ്? അതാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട കാരണം. എന്താണ് കാരണം? നിങ്ങൾ ഡീവിയേഷൻ സെറ്റ് ചെയ്ത് വെച്ചത് കൊണ്ടാണ്. എന്താണ് ഈ ഡീവിയേഷൻ എന്ന് പറയുന്നത്? ഇൻസ്റ്റന്റ് എക്സിക്യൂഷൻ ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ടാർഗറ്റ് പ്രൈസ്, സ്റ്റോപ്പ് ലോസ് പ്രൈസ്, അതിന്റെ പരം മറ്റൊരു കോളം കൂടി ഉണ്ടാകും. എന്താണത്? ഡീവിയേഷൻ. പലരും നോട്ട് സെറ്റ് എന്ന് അങ്ങനെ തന്നെ വിട്ടിട്ടുണ്ടാകുക, സീറോ എന്ന് അങ്ങനെ തന്നെ വിട്ടിട്ടുണ്ടാകുക, ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല. എന്താണ് ആ ഡീവിയേഷൻ എന്ന് പറയുന്നത്? നമുക്ക് സ്ലിപ്പേജ് ഒഴിവാക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. എങ്ങനെ ഒഴിവാക്കുക? കറന്റ് പ്രൈസ് എത്രയാണ്? 0.9999 ആണ്. ആ ഒരു പ്രൈസിനാണ് നിങ്ങൾ ഓർഡർ കൊടുക്കുന്നത്, അതായത് ബൈ കൊടുക്കുന്നത്, സെല്ല് കൊടുക്കുന്നതും ആ ഒരു പ്രൈസിനാണ്. പക്ഷെ എന്താ അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളത്? നിങ്ങൾ ബൈ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സെല്ല് കൊടുക്കുമ്പോൾ എന്താണ്, ആ പ്രൈസ് പെട്ടെന്ന് ചേഞ്ച് ആകാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണെങ്കിൽ ഹൈലി വോളട്ടൈൽ ആയിട്ടുള്ള മാർക്കറ്റാണ്, മാർക്കറ്റിൽ അത്രയും പെട്ടെന്ന് മൂവ്മെന്റ് ഉണ്ട്, ന്യൂസിന്റെ ഒക്കെ റിലീസ് സമയമാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പെയർ ആണെങ്കിലും ഹൈലി വോളട്ടൈൽ ആയിട്ടുള്ള പെയർ ആണ്, പെട്ടെന്ന് ചേഞ്ച് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ കൊടുക്കുന്നത് ഈ ഒരു പ്രൈസിനാണെങ്കിൽ പോലും അത് ചിലപ്പോൾ നിങ്ങൾ കൊടുക്കുമ്പോൾ തന്നെ പ്രൈസ് ചേഞ്ച് ആയി, പ്രൈസ് എത്രയിലേക്ക് വന്നിട്ടുണ്ടാകാം? 0.9997 വന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ എത്ര പിപ്പിന്റെ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്? നിങ്ങളിപ്പോൾ ഡീവിയേഷൻ ഒരു പിപ്പാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. എന്താ സംഭവിക്കുക അവിടെ? ഒരു പിപ്പിന് മുകളിൽ നമ്മളിപ്പോൾ പറഞ്ഞ ചേഞ്ച് എത്രയാണ്? 2 പിപ്പിന്റെ ചേഞ്ച് അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവിടെ എന്ത് കാണിക്കും? വിൻഡോ ഓഫ് കോഡ്സ് എന്ന് കാണിക്കും. എന്തുകൊണ്ടാണ്? നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ഡീവിയേഷന്റെ പുറത്താണുള്ളത്. അതായത് ഡീവിയേഷൻ ഒരു പിപ്പാണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? നമ്മുടെ കറന്റ് മാർക്കറ്റ് പ്രൈസ്, നമ്മൾ ഓർഡർ കൊടുക്കുമ്പോൾ കറന്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഒരു പിപ്പ് വരെ ചേഞ്ച് ആകാം. ഒരു പിപ്പ് വരെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേഞ്ച് ആയാലും പ്രശ്നമില്ല. അതാണ് ഒരു പിപ്പ് സെറ്റ് ചെയ്ത് വെക്കുന്നതിന്റെ മീനിങ്. നമ്മളിപ്പോൾ ഡീവിയേഷൻ ഒരു പിപ്പാണ് സെറ്റ് ചെയ്ത് വെച്ചതെങ്കിൽ ഈ ഒരു ഓർഡർ അവിടെ എക്സിക്യൂട്ട് ആവുക? എക്സിക്യൂട്ട് ആവില്ല. എന്തുകൊണ്ടാണ്? ഈ ഒരു ഓർഡറിൽ നമ്മൾ ഓർഡർ കൊടുക്കുമ്പോൾ തന്നെ 2 പിപ്പിന്റെ ചേഞ്ച് അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആവില്ല. പകരം എന്താണ്? ഓഫ് കോഡ്സ് എന്ന് കാണിക്കും. ഇനി നിങ്ങൾ ഡീവിയേഷൻസ് ഒന്നും സെറ്റ് ചെയ്ത് വെക്കുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മറ്റൊരു കാര്യം കണ്ടിട്ടുണ്ടാകും. എന്താണ്? നിങ്ങൾ ഓർഡർ കൊടുക്കുമ്പോൾ ഒരു റീകോട്ട് വന്നിട്ടുണ്ട്. എന്താണ് റീകോട്ട് എന്ന് പറയുന്നത്? നിങ്ങൾ ഓർഡർ കൊടുത്തു, ബൈ കൊടുത്തു, സെല്ല് കൊടുത്തു, അവിടെ ഇത്തരത്തിലുള്ള പെട്ടെന്നുള്ള ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ, പ്രൈസ് ഈ പറഞ്ഞതുപോലെ 2 പിപ്പിന്റെ ഒക്കെ ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരും. അത് 2-3 സെക്കൻഡ് മാത്രമാണ് അവിടെ അവൈലബിൾ ആയിരിക്കും. ഒരു പോപ്പപ്പ് പോലെ നിങ്ങൾക്ക് അവിടെ വരും. അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾ കാണുന്ന ഓഫ് കോഡ്സ് എന്ന് കാണുന്ന അതേ സ്ഥലത്ത് തന്നെ എഴുതി കാണിക്കും. ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് ബൈ ചെയ്യണോ, അല്ലെങ്കിൽ ഈ ഒരു പ്രൈസിന് പുതുക്കിയ ആ ഒരു പ്രൈസ്, അതായത് 0.9997, ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് ഓർഡർ എക്സിക്യൂട്ട് ചെയ്യണോ? നിങ്ങൾക്ക് അവിടെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും, ഡിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അതെന്താ മീൻ ചെയ്യുന്നത്? ആ ഒരു നിങ്ങൾ കൊടുത്ത പ്രൈസിൽ നിന്നും മാറിയിട്ട് ഈ ഒരു പ്രൈസിലേക്ക് ആയിട്ടുണ്ട്, ഇവിടെ നിങ്ങൾക്ക് എക്സിക്യൂഷൻ വേണോ? അത് നിങ്ങൾ ആക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ മാറിയ പ്രൈസിന് ഓർഡർ എക്സിക്യൂട്ടഡ് ആകും. ഡിക്ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ എക്സിക്യൂട്ടഡ് ആവില്ല, ഓർഡർ ക്യാൻസൽ ആകും. ഇനി നിങ്ങൾ ആ 3 സെക്കൻഡിന് ശേഷം 3 സെക്കൻഡ് വരെ നിങ്ങൾ ആക്ഷൻ ഒന്നും എടുത്തിട്ടില്ല, നിങ്ങൾ അനങ്ങാതെ നോക്കി നിൽക്കുകയാണെങ്കിലും എന്താണ്, ആ ഒരു ഓർഡർ അവിടെ ക്യാൻസൽ ആകും. ഇവിടെ ഡീവിയേഷൻ കൊണ്ടുള്ള ഗുണം എന്താണ്? നമുക്ക് അവിടെ സ്ലിപ്പേജ് ഒഴിവായി കിട്ടും. അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്നുള്ള ഇത്തരത്തിലുള്ള ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഡീവിയേഷൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ കുറവ് വെച്ചൊന്ന് സെറ്റ് ചെയ്യാതിരിക്കുക. എത്തരത്തിലുള്ള പേയേഴ്സിന്, ഇത്തരത്തിൽ പെട്ടെന്ന് ചേഞ്ച് ഉണ്ടാകുന്ന പേയേഴ്സിന് നിങ്ങൾ വളരെ കുറവ് ഡീവിയേഷൻ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? അവിടെ ഡീവിയേഷൻസ് തീർച്ചയായിട്ടും ഉണ്ടാകും. നമ്മൾ ഈ പറയുന്നത് പോലെ ഓർഡർ കൊടുക്കുന്ന സമയത്തുള്ള പ്രൈസിനേക്കാളും ചെറിയ ചേഞ്ചുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും. നിങ്ങളിപ്പോൾ ഡീവിയേഷൻ 2 പിപ്പ് സെറ്റ് ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കുക. ആ ഒരു പെയർ ചിലപ്പോൾ പെട്ടെന്നുള്ള മൂവ്മെന്റ് കൊണ്ട് 3 പിപ്പിന് 4 പിപ്പിന്റെ ഒക്കെ ഡീവിയേഷൻസ് അവിടെ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത് 2 പിപ്പ് ആയതുകൊണ്ട് എന്താ സംഭവിക്കുക? ഓർഡർ അവിടെ എക്സിക്യൂട്ടഡ് ആവില്ല. അപ്പൊ അവിടെയുള്ള പ്രശ്നം എന്താണ്? നമ്മുടെ പല ഓർഡറുകളും അത്തരത്തിൽ എക്സിക്യൂട്ടഡ് ആവാതെ പോകും. പ്രത്യേകിച്ച് വലിയ ലോട്ട് സൈസ്, വലിയ എമൗണ്ട് ഒക്കെ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ അവിടെ എക്സിക്യൂട്ടഡ് ആവാതെ പോകും. എന്തുകൊണ്ടാണ്? അതിന്റെ ഓപ്പോസിറ്റ് ആ ഒരു പ്രൈസിന് ഓർഡേഴ്സ് ഉണ്ടായിരിക്കില്ല. അതിന്റെ ഓപ്പോസിറ്റ് ചിലപ്പോൾ, അതായത് നമ്മൾ ബൈ കൊടുക്കുമ്പോൾ, വലിയ ലോട്ടൊക്കെ നമ്മൾ ബൈ കൊടുക്കുമ്പോൾ
ഓപ്പോസിറ്റ് സെൽ ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഓർഡർ അവിടെ ഫുൾഫിൽ ആവുക, എക്സിക്യൂട്ടഡ് ആവുക. ഇവിടെ ഡീവിയേഷൻ 1 പിപ്പ് 2 പിപ്പൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണ്, അത്തരത്തിൽ ഹൈലി വോളട്ടൈൽ ആയിട്ടുള്ള പേയേഴ്സ് ആണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക, നമ്മൾ ഹൈ ലോട്ട് അതായത് വലിയ ലോട്ട് അവിടെ ബൈ കൊടുക്കുന്നു, സെല്ല് കൊടുക്കുന്നു. അതിന് കണക്കായിട്ട് നമ്മൾ ആ ഉദ്ദേശിക്കുന്ന പ്രൈസിന് ഓപ്പോസിറ്റ് ഓർഡറുകൾ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ 3 പിപ്പ് മുകളിൽ അല്ലെങ്കിൽ 3 പിപ്പ് താഴെയൊക്കെ ആയിരിക്കും ഓർഡേഴ്സ് ഉണ്ടായിരിക്കുക. നിങ്ങൾ ബൈ ചെയ്യുന്നത് സെല്ല് ചെയ്യുന്നതിനനുസരിച്ച് 3 പിപ്പ് മുകളിലോ 3 പിപ്പ് താഴെയൊക്കെ ആയിരിക്കും ഓർഡേഴ്സ് ഉണ്ടായിരിക്കുക. നമ്മുടെ ഡീവിയേഷൻ സെറ്റ് ചെയ്ത് വെച്ചത് 2 പിപ്പ് ആയതുകൊണ്ട് നമ്മുടെ ആ ഒരു ഓർഡർ അവിടെ ഫുൾഫിൽ ആവില്ല. അതുകൊണ്ട് അത്തരത്തിൽ വലിയ ലോട്ടൊക്കെ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ ചെറിയ ഡീവിയേഷൻസ് ഒന്നും സെറ്റ് ചെയ്ത് വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ ട്രേഡിംഗ് വിൻഡോയിൽ ഓഫ് കോഡ്സ് എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമത്തത് ഇന്റർനെറ്റ് കണക്ടിവിറ്റി, രണ്ടാമത്തത് ഡീവിയേഷൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എത്രയാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.